പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എഫേസോസ് ലേഖനം 6-ാം അധ്യായം അതിന്റെ 18-ാമത്തെ തിരുവചനം, നിങ്ങൾ അപേക്ഷകളോടും യാചനകളോടും കൂടെ എല്ലാ സമയവും ആത്മാവിൽ പ്രാർത്ഥന നിരതരായിരിക്കുവിൻ, അവിശ്രാന്തം ഉണർന്നിരുന്ന് എല്ലാ വിശുദ്ധർക്കും വേണ്ടി പ്രാർത്ഥിക്കുവിൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് സഭയിൽ ചില പ്രതിസന്ധികൾ കാണുമ്പോൾ നമ്മൾ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എല്ലായ്പ്പോഴും സഭയ്ക്ക് വേണ്ടി, സഭാംഗങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. സഭയിൽ എല്ലാ കാലങ്ങളിലും ചില പ്രതിസന്ധികൾ ഉടലെടുത്തിട്ടുണ്ട്. എന്നാൽ ആ പ്രതിസന്ധികളെ അതിജീവിച്ചത് സഭാ മക്കളുടെ പ്രാർത്ഥന വഴിയാണ്. പ്രിയപ്പെട്ടവരെ, സഭയിൽ പ്രതിസന്ധികൾ ഉണ്ടാവുമ്പോൾ, ചില കുറവുകൾ കാണുമ്പോൾ, ചില വീഴ്ചകൾ സംഭവിക്കുമ്പോൾ നമ്മൾ അസ്വസ്ഥപ്പെടാതെ നിരന്തരം നിതാന്തം നമ്മൾ പ്രാർത്ഥിക്കണമെന്ന് വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, പലപ്പോഴും നമുക്ക് സംഭവിക്കുന്നത്, സഭയിൽ പ്രതിസന്ധികൾ കാണുമ്പോൾ നമ്മൾ അസ്വസ്ഥപ്പെട്ട്, നമ്മൾ വിമർശിച്ച്, നമ്മൾ അതെല്ലാം പർവ്വതീകരിച്ച് അത് വലിയ ഒരു പ്രശ്നമായിട്ട് നമ്മൾ മാറ്റും. അതേസമയം അത് പ്രാർത്ഥനയിലൂടെ അതിനെ നേരിടാൻ നമുക്ക് സാധിച്ചാൽ അത് നമ്മുടെ വലിയൊരു വിജയമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ പലപ്പോഴും നമ്മുടെ മനസ്സിൽ വരുന്ന വലിയൊരു ചിന്തയാണ്, സഭ വിശുദ്ധമാണെന്ന് പറയുന്നു, അതേസമയം സഭയിൽ ചില അശുദ്ധികൾ, ചില വീഴ്ചകൾ സംഭവിക്കുന്നു, ചില കുറവുകൾ കാണുന്നു. പിന്നെ എങ്ങനെയാണ് സഭയെ നമുക്ക് വിശുദ്ധമായിട്ട് കാണാൻ സാധിക്കുന്നത്? പ്രിയപ്പെട്ടവരെ, സഭയുടെ വിശുദ്ധി അടങ്ങിയിരിക്കുന്നത്, സഭ വിശുദ്ധമാണെന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് സഭയുടെ ആന്തരിക ഘടന വിശുദ്ധമായതുകൊണ്ടാണ്. അതായത് സഭയിൽ പരിശുദ്ധ തൃത്വത്തിന്റെ സാന്നിധ്യമുണ്ട്, സഭയിൽ പരിശുദ്ധ കൂദാശകളുടെ സാന്നിധ്യമുണ്ട്, സഭയിൽ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യമുണ്ട്, അതോടൊപ്പം സഭയിൽ പരിശുദ്ധരായി ജീവിച്ച വ്യക്തികളുടെ സാന്നിധ്യമുണ്ട്. ഇതാണ് സഭയുടെ വിശുദ്ധിയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത്. അതായത് അല്ലാതെ സഭയുടെ ബാഹ്യഘടനയെ നോക്കിയിട്ടല്ല സഭ വിശുദ്ധമാണെന്ന് പറയുന്നത്. സഭയുടെ ബാഹ്യഘടന എന്ന് പറയുന്നത് അത് നമ്മൾ ഓരോരുത്തരുമാണ്. സഭയിലെ മെത്രാന്മാരുണ്ട്, വൈദികരുണ്ട്, സമർപ്പിതരുണ്ട്, അൽമായ പ്രേക്ഷിതരുണ്ട്. നമ്മൾ ഓരോരുത്തരും, ഞാനടക്കം പ്രിയപ്പെട്ടവരെ, സഭയുടെ ബാഹ്യഘടനയിൽ അംഗങ്ങളാണ്. ഈ സഭയുടെ ബാഹ്യഘടനയിൽ ചിലപ്പോഴൊക്കെ വീഴ്ചകൾ സംഭവിക്കും, ചിലപ്പോൾ കുറവുകൾ സംഭവിക്കും, ചിലപ്പോൾ മാനുഷികമായുള്ള കുറവുകൾ പ്രതിഫലിക്കും. അത് കണ്ടുകൊണ്ട് നമ്മൾ സഭ അശുദ്ധമാണ്, സഭയിൽ വിശുദ്ധിയില്ല എന്ന് പറയാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അതിനെ നമ്മൾ സഭയെ വിമർശിച്ച്, സഭയുടെ കുറവുകളെ നമ്മൾ പർവ്വതീകരിച്ച് കാണിക്കാതെ സഭയ്ക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം അതിന്റെ 825-ാമത്തെ ഖണ്ഡികയിൽ ഇപ്രകാരം പറയുന്നുണ്ട്, ഭൂമിയിലുള്ള സഭയ്ക്ക് അപൂർണമെങ്കിലും യഥാർത്ഥത്തിലുള്ള വിശുദ്ധി നൽകപ്പെട്ടിട്ടുണ്ട്. അവളുടെ അംഗങ്ങളിൽ പൂർണ്ണമായ പരിശുദ്ധി ഇനിയും കൈവരിക്കേണ്ടതുണ്ട്. എല്ലാ വിശ്വാസികളും അവരുടെ അവസ്ഥയോ ജീവിത വൃത്തിയും എന്തുതന്നെയായിരുന്നാലും രക്ഷയ്ക്കുള്ള ബഹുലങ്ങളും മഹത്തരങ്ങളുമായ മാർഗങ്ങളാൽ ശക്തരാക്കപ്പെട്ട് പിതാവിൻ്റെതായ പരിശുദ്ധിയുടെ പൂർണ്ണതയിലേക്ക് അവരവർക്ക് ചേർന്ന വിധത്തിൽ കർത്താവിനാൽ വിളിക്കപ്പെട്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, സഭയുടെ ബാഹ്യഘടന, അതിൽ ഉൾപ്പെടുന്ന സഭാംഗങ്ങൾ പിതാവിൻ്റെതായിട്ടുള്ള പരിശുദ്ധിയുടെ പൂർണ്ണതയിലേക്ക് വളരാൻ വിളിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ പൂർണ്ണരാകാൻ വിളിക്കപ്പെട്ടവരാണ്, ആ പരിപൂർണതയിലേക്ക് നമ്മൾ നീങ്ങുന്നവരാണ്. അപ്പോൾ നമ്മൾ പരിപൂർണരായിട്ടില്ല, പരിപൂർണതയിലേക്ക് വളരാൻ ആഗ്രഹിക്കുന്നവരും പരിശ്രമിക്കുന്നവരുമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം, നമുക്ക് ഈ കുദാശകളോട് ചേർന്ന് നിൽക്കാം, സഭയോട് ചേർന്ന് നിൽക്കാം, പരിശുദ്ധ തൃത്വത്തിന്റെ ആ ഒരു വിശുദ്ധിയിൽ നമുക്ക് പങ്കുചേരാം. ഇപ്രകാരം സഭയെ വിശുദ്ധീകരിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. നമ്മൾ ഓരോരുത്തരും വിശുദ്ധീകരിക്കപ്പെട്ടാൽ സഭ വിശുദ്ധീകരിക്കപ്പെടും. നമ്മുടെ വിശുദ്ധീകരണമാണ് സഭയുടെ വിശുദ്ധീകരണം. ഇപ്രകാരം നമ്മളെ തന്നെ വിശുദ്ധീകരിക്കാൻ പ്രാർത്ഥനയിലൂടെ പരസ്പരം വിശുദ്ധീകരിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമ്മൾ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമീൻ.